ത്തിലേക്ക് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ മുരളീധരനായി തിരുവനന്തപുരത്ത് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. KPCC, DCC ഓഫീസുകൾക്ക് മുന്നിലാണ് ഇന്നലെ രാത്രി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിനെ നയിക്കാൻ നായകനായി കെ മുരളീധരൻ ഉണ്ടാവണമെന്നതാണ് ഈ പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. നയിക്കാൻ നായകൻ വരട്ടെ എന്ന തലക്കെട്ടിൽ കെ മുരളീധരന്റെ ചിത്രമടക്കം ആലേഖനം ചെയ്തുകൊണ്ടാണ് തലസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ KPCC, DCC ഓഫീസുകളുടെ സമീപത്തെല്ലാം ഇന്നലെ രാത്രി മുതൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നയിക്കാൻ നായകൻ വരട്ടെ എന്ന പേരിലാണ് പോസ്റ്ററുകൾ തിരുവനന്തപുരത്ത് DCC ഓഫീസിന്റെ മതിൽക്കെട്ടിന് പുറത്തും അതോടൊപ്പം തന്നെ KPCC ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലത്തെ വിവിധ പ്രദേശങ്ങളിലുമാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെയാണ്: തിരഞ്ഞെടുപ്പെന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ എന്നും അജയ്യനാണ്. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ്ങ് ഉണ്ടാകണം. എന്നും എപ്പോഴും ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം. കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഗ്രൂപ്പിന്റെയോ ആ തരത്തിലുള്ള ഒരു കാര്യമല്ല പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്കാണ്. തൃശൂരിൽ മുരളീധരൻ പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും സീനിയറായ ക്രൗഡ് പുള്ളറായ പലപ്പോഴും പാർട്ടി BJPയെ ചെറുക്കാൻ വേണ്ടി പല മണ്ഡലങ്ങളിലായി നിയോഗിച്ചിട്ടുള്ള മുരളീധരനെ ഈ ഒരു തോൽവിയുടെ പേരിൽ മാറ്റി നിർത്തരുത്, അദ്ദേഹത്തിന് പാർട്ടിയിൽ അർഹമായ പരിഗണന നൽകണം എന്ന ആവശ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മുരളീധരനെ കൊണ്ടുവരണമെന്നതാണ് പാർട്ടിയിൽ വലിയൊരു വിഭാഗം പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമായി തന്നെ ഈ പോസ്റ്ററുകളെ കാണാം. ഇന്ന് മുരളീധരൻ ഡൽഹിയിലെത്തുന്നുണ്ട്, ഹൈക്കമാൻഡുമായി ചർച്ച നടത്തുന്നുണ്ട്. അദ്ദേഹം തൃശൂരിലെ തോൽവിയിൽ നിരാശനാണ്. പാർട്ടിയിൽ നിന്ന് വേണ്ട വിധം പിന്തുണ ലഭിച്ചില്ല, തനിക്ക് വേണ്ടി പ്രധാനപ്പെട്ട നേതാക്കളാരും പ്രചരണത്തിനെത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മുരളീധരൻ പരാതിയായി പറഞ്ഞിരുന്നു. തൃശൂർ DCCയിലാകട്ടെ കൂട്ടയടി നടക്കുകയും അവിടെ DCC പ്രസിഡന്റിൽ നിന്നടക്കം രാജി എഴുതി വാങ്ങേണ്ടി വരികയും ചെയ്ത സാഹചര്യമുണ്ട്. വലിയ വിജയം സംസ്ഥാനത്ത് UDF നേടുമ്പോൾ നിലവിൽ KPCC പ്രസിഡന്റായ K സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന്റെ ഫലമായി കൂടി ഈ വിജയത്തെ കാണുന്നു. അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാകുമോ എന്ന ചോദ്യം, ഹൈക്കമാൻഡ് കെ മുരളീധരനെ KPCC പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുമോ എന്ന മറ്റൊരു ചോദ്യം, VD സതീശനടക്കമുള്ളവർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്, ഇതെല്ലാം തന്നെ നിർണായകമാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രാരംഭ ചർച്ച പോലും ആയിട്ടില്ല. പക്ഷേ മുരളീധരന് അർഹമായ ഇടം എന്ന് പറയുന്നു. തൽക്കാലം ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് മുരളീധരൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ഷാഫി പറമ്പിൽ MP ആയ സാഹചര്യത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ്. പക്ഷേ BJP വലിയ സാന്നിധ്യമായ ഒരു സ്ഥലമാണ് പാലക്കാട്. നേമത്തെ തോൽവി, അതിനുശേഷം തൃശൂരിൽ ഇനി ഒരു തോൽവിയിലേക്ക് കൂടി ഒരുപക്ഷെ വലിയ പോരാട്ടം നടന്നാലും വിജയസാധ്യത എത്രമാത്രം പാലക്കാട് ഉണ്ട് എന്നതിൽ സംശയമുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് കെ മുരളീധരനെ വിട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളുണ്ട്. വയനാട്ടിൽ ആ തരത്തിൽ രാഹുൽ ഗാന്ധി ഒഴിയും എന്നത് വ്യക്തമാണ്. റായ്ബറേലിയിൽ ജയിച്ച സാഹചര്യത്തിലാണ് ഒരു മണ്ഡലം അദ്ദേഹം ഒഴിയുന്നത്. അവിടേക്ക് മുരളീധരനെ പരിഗണിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമായി അവശേഷിക്കുന്നു. പക്ഷേ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അടുപ്പക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും മുരളീധരന് അർഹമായ ഒരു പരിഗണന നൽകണമെന്ന പൊതുവികാരമുണ്ട്. അത് KPCC പ്രസിഡന്റ് സ്ഥാനം നൽകിക്കൊണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. VV വിനോദ്, News 18, തിരുവനന്തപുരം.